എല്ലാവർക്കും ലോഹി സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പവും രുചികരവുമായി തയ്യാറാക്കാൻ പറ്റിയ ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കൊരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം കേട്ടോ. അതിനുശേഷം വെള്ളം തിളപ്പിച്ച് കുതിർത്ത് വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ആവശ്യത്തിലുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ട് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പച്ചരി വെച്ചൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. റൈസ് ഇവിടെ 3/4 വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോകുന്നുണ്ട്. ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മല്ലിയില. അപ്പോൾ ഇത്രയും സാധനങ്ങളും കുറച്ച് മസാലപ്പൊടികളും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പൊട്ടിയ ശേഷം ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ 1 മതിയാവും. ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂൺ. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 3 തക്കാളിയാണ്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകം, ആ ഒരു രീതി ആവുന്ന വരെ നമുക്ക് തക്കാളി വഴറ്റിയെടുക്കണം കേട്ടോ. പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. തക്കാളി മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റൈസ് വേവിച്ചപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന റൈസ് മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുക്കാം.
നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് സൂപ്പറാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്